സ്വാമിയെ ശരണം. നമ്മൾ കോടാർമ്പ് മുച്ചിലോട്ടാവില് കളിയാട്ടാന്ന്. അപ്പോൾ കളിയാട്ടം കാണാൻ വേണ്ടി പോക്കാന്ന്. എന്താ അനിയൻ സ്വാമിയും അടുത്തമ്മയും കൂടി പോക്കാന്ന്. നാളെയാണ് തിരുമുടി, മുച്ചിലോട്ടമ്മേൻ്റെ തിരുമുടി നാളെയാണ്. അപ്പോൾ നമ്മളെ കെട്ടറിയാൻ നാളാണ്, അതുകൊണ്ട് നമുക്ക് നാളെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇന്ന് പോയിട്ട് വരാൻ വെച്ചിട്ട് ഇങ്ങനെ പോക്കാന്ന്. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ചുണ്ടപ്പറമ്പാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് സൈഡാക്കിയിട്ടില്ലേ. നമ്മൾ 2 അനിയത്തിക്കുട്ടിയുണ്ട്. നമ്മളൊരു ഫാമിലി ഇല്ലതാണ്. അപ്പോൾ അവരും കൂടി വരുന്നുണ്ട്. അവരെ കാത്തിക്കലാണ്. അവരെ വീട് ഇവിടെ ചുണ്ടപ്പറമ്പിലാണ്. അമയ ആരാധിക കേട്ടാ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ മെല്ലെ പോകാമെന്ന് വിചാരിക്കുന്നത്. ഒന്നാമത് വണ്ടിയിൽ സ്ഥലമുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് സീറ്റ് ഉണ്ടായതുകൊണ്ട് അവരൊന്നും വിളിച്ചതാണ്. അപ്പോൾ അവരിപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കലാണ്. നമ്മളെ കോടാറുമ്പ് മുച്ചോടാവ് വരുന്നത് ഉളിക്കലാട്ടാ. അപ്പോൾ ഉളിക്കൽ നമ്മൾ കുറേ വീട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഫാമിലി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് ക്ഷണിച്ചിന്, എന്തായാലും വരണം, മുച്ചിലോട്ടാവിൽ കളിയാട്ടത്തിന് വരണം ക്ഷണിച്ചിനായിരുന്നു. നമുക്ക് മുച്ചിലോട്ടമ്മനെ കാണുന്ന അത്ര ആഗ്രഹമുണ്ട്. പക്ഷെ നാളെ 1-ാം തീയതി തിരുമുടി. നമ്മൾ രാവിലെ കെട്ടറച്ചിട്ട് പോകും. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കെട്ടാറ വരുന്ന കേട്ടോ. ഒരു 9 മണി 9:30 ആകുമ്പോൾ കെട്ടറച്ചിട്ട് നമ്മൾ പോകും. ഞാൻ ഈ 3 വട്ടമായിട്ട് ഗൈഡായിട്ട് ശബരിമലക്ക് പോയിനു. പക്ഷെ ശബരിമലയിൽ 18-ാം പടി കയറിയിട്ടൊന്നുമില്ല. അയ്യപ്പനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഗൈഡായിട്ട് പോയിട്ടേ ഉള്ളൂ. 3 പ്രാവശ്യമായിട്ട് പോയി. അപ്പോൾ ഇതിപ്പോൾ കെട്ടറച്ചിട്ട് അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താന്ന് എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയിലും വേണോ? നമ്മളെ അനിയൻ സ്വാമി ഇവിടെ ഇരുന്നിട്ടുണ്ട്. എന്നാ എനിക്ക് പറയാനല്ലേ? ഇവൻ പിന്നെ ഭയങ്കര നാണാണ്. ഭർത്താൻ പറയാൻ ഭയങ്കര നാണാണ്. പിന്നെ വീടെടുക്കണ്ട കണ്ടാ, ഇതെല്ലാം പോസ്റ്റ് ചെയ്യണ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ടാ. എൻ്റെ കമ്മൽ പിടിച്ച് വലിക്കുക. എന്താ ചെയ്യാനല്ലേ? ചെറിയ കുട്ടികളെ കളിയാ. വയസ്സങ്ങ് എത്തി. എന്നിട്ട് ആയിക്കോട്ടെ, വിറ്റ പൈസ തന്നെ നമുക്കറിയാം. കമ്മൽ പിടിച്ച് വലിക്കുക. എന്തെന്നാന്നല്ലേ? എല്ലാവരും കാണുന്നുണ്ടോ അതിന്റെ കളി? സാമ്യായാലും എന്തെങ്കിലും കുട്ടിക്കളി മാറൂല്ല അടുത്ത് അല്ലേ? സാമ്യാകുമ്പോ ഒരു മാറ്റം വേണ്ടേ? ഇതെന്താ കളിക്കുന്നത്? ഇവനധികം വർത്തമാനം പറയൂലേ. വീടുകളിൽ ഇങ്ങനെ നിൽക്കും, വർത്തമാനം പറയില്ല. അടുത്തേക്ക് വർത്തമാനം പറയണമെന്നല്ല ഉണ്ട്. പക്ഷെങ്കിൽ തെറ്റിപ്പോവോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ അങ്ങനെ പേടിച്ചിട്ടാന്നല്ലേ? എന്താ തെറ്റിപ്പോണ്ട അടുത്ത് വർത്തമാനം പറയുമ്പോ തെറ്റിപ്പോവാൻ. എന്നാ പിന്നെ തെറ്റണ്ടേ? നല്ല ചൂടായി തുടങ്ങി. 11 മണി ആയില്ല. അപ്പൊ നല്ല ചൂട് വന്നു തുടങ്ങി കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ വരുമ്പോ ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചേ. പിന്നെ സമയം കിട്ടിയില്ല. നമ്മള് കാറിന് ഇപ്പോൾ ഏകദേശം 1 മാസമായി എടുക്കാത്തെ. ബാറ്ററി ഇറങ്ങിപ്പോയിട്ട് എടുക്കലേ ഇല്ല. എന്നിട്ട് ബാറ്ററി ചാർജറും ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസമായി. ഇന്ന് എടുത്തിട്ട് സ്റ്റാർട്ടാക്കി കേട്ടോ. നമ്മളിപ്പോൾ സ്കൂട്ടി എടുത്ത് പോകുന്നതുകൊണ്ട് പിന്നെ കാറിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ 3-4 ആൾക്കാരുണ്ടെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കാറിൻ്റെ ആവശ്യമുള്ളൂ. കാർ എടുക്കലേ ഇല്ല. ഇത് നമ്മളെ അനിയത്തി കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മയ്യ, ഇത് ആരാധിക. ഇത് നല്ല സുന്ദരി കുട്ടികളാ കേട്ടോ. നമുക്ക് ഉണ്ടാ ഗ്ലാമർ ഉണ്ടാ. എന്നിട്ട് കോടാറും പറയാം, മുച്ചോട്ടാ പറയാം. അപ്പൊക്കെ പോയിട്ടുണ്ടാ? ഇതുവരെ പോയിട്ടില്ല. ഇത് ചായ കുടിച്ചിട്ടില്ലേ? അവിടുന്ന് ചോറ് കിട്ടിയില്ല. ചായ അമ്മ അച്ഛന്ന് പറഞ്ഞ നടന്നിട്ട് ഒറ്റക്ക് വന്നേ? എവിടെ വീട്? ഓ, അമ്മച്ചിണ്ടല്ലോടാ. ഇത് അമ്മച്ചതാടാ കേട്ടാ. നമ്മളെ ചേച്ചി അമ്മച്ചി എന്തുണ്ട്? ഉഷാറല്ലേ? അവിടെ നമ്മൾ റിസ്ക് എടുക്കാണ്ടതിന്. നമ്മൾ പിന്നെ സാലൂണ്ടപ്പോ അതിനെ പോകാൻ പിള്ളേർന്ന് വിളിക്കാൻ. പിള്ളേർക്ക് ഒരേ പരാതി, ഞാൻ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല എന്നിട്ട് പരാതിയാണ്. അതുകൊണ്ട് ആ പരാതി നാളെ നൽകോക്കായി. അപ്പൊ നേരെ നമ്മള് കോടാറും മുച്ചിലോട്ട് അവർക്ക്. ഓക്കെ, ബൈ ബൈ. അടുത്താറ്റ മക്കൾ താറ്റ. അപ്പൊ ഓക്കെ, ബൈ ബൈ. നമ്മളങ്ങനെ മുച്ചിലോട്ടാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരുമുറ്റത്ത് ഇപ്പോൾ മുച്ചിലോട്ടമ്മയുടെ ഉച്ചത്തോറ്റം നടക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഏച്ചിമാരെയും കുറേ ഏട്ടന്മാരെയും എല്ലാം പരിചയപ്പെടാൻ സാധിച്ചു. അവരെ കൂടെ നമ്മൾ സെൽഫിയിലെടുത്തു, കുറേ സംസാരിച്ചു. എല്ലാവരും അമ്മാമ്മേനെല്ലാം ചോദിച്ചിന് കേട്ടോ.
ചോറ് ആ പോട്ടെ പോട്ടെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാട്ടോ. നമ്മളെ വീടാണെന്ന് ഏച്ചി അവിടെ കെട്ടിപ്പിടിക്കുന്ന നമ്മളെ കുറേ ഏച്ചുമാറാട്ടോ മാതൃസമിതികളാണ്. അപ്പോൾ അവരിങ്ങനെ ഫുഡാക്കാൻ വേണ്ടി പച്ചക്കറിയെല്ലാം മുറിച്ചിടലാന്ന്. ഉഷാറല്ലേ നമ്മളെ സ്ഥിരം കാണുന്ന ചേട്ടാ ഏച്ചിൻ്റെ മക്കളിലുണ്ട്. പച്ചക്കറിയെല്ലാം മുറിച്ചിടുന്നുണ്ട് കേട്ടാ. എന്നിട്ട് ചേച്ചി കുറേ സമയം തുടങ്ങിയിട്ട് 8 മണി തുടങ്ങിനാ. എന്നാൽ നമ്മളെ തമ്പുരാട്ടൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടിപൊളിയാക്ക്. നാളെ നല്ല ആൾക്കാർ വരുന്നല്ലോ അല്ലേ? കറിയല്ലായ ഉച്ചക്കത്തെ ചോറിൻ്റെ കറിയല്ലായ ഇത് ഇന്നത്തേക്ക് മുറിക്കുന്ന ഇന്നത്തെ രാത്രിക്ക് എത്തില്ല. ചോറ് കൊടുക്കാനായാ 1 മണിക്ക്. എന്നിട്ട് ഉഷാറല്ലേ? ഉഷാറല്ലേ? നമ്മളെ അടുപ്പത്തോട് ചോർത്താ എല്ലാവരും ഭക്ഷണമാക്കുന്ന തിരക്കില്ലാട്ടാ. ഇന്നിപ്പോൾ ഉച്ചക്ക് എത്ര ആളെ വെച്ചേ? 200 ആളെ. 3000 ആളല്ലേ? ആ വേറെ ഇപ്പോൾ ഉച്ചക്കത്തെ അച്ചാറ്. എന്നിട്ട് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ തുടങ്ങിയതാ? മിന്നാ 3 ദിവസമായി. കലവറ തുടങ്ങി. നിങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാ? 11 വർഷം. എന്തായാലും ബുദ്ധിമുട്ടില്ല. നാളെ തമ്പുരാട്ടിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുക തന്നെ. നമ്മളെല്ലാം പ്രാർത്ഥന ഉണ്ടാവും. ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. സമയം ഏകദേശം 1 മണി ആവാനായി. ചോറ് കൊടുത്ത് തുടങ്ങി കേട്ടോ. ചോറ്, പുളിങ്കറി, അച്ചാറ്, പിന്നെ പുയ്ക്ക്, മോര് കറി എല്ലാം ഉണ്ട് കേട്ടോ. അനിയനും അടുത്തെല്ലാം ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഉള്ളിയച്ചാറിലുണ്ട് കേട്ടോ. അനക്ക് വേണ്ടിയിട്ട് അടുത്ത് ചോറ് വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല പുളിങ്കറി ആട്ടോ. പുളിങ്കറി, അച്ചാറ്, പിന്നെ പുയ്ക്ക്. അപ്പോൾ നമ്മൾ കഴിക്കാട്ടോ. അനിയനോട് അടുത്ത് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം പൈസ അധികമായതുകൊണ്ട് ഇപ്പം മാങ്ങ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആളില്ലാത്തോണ്ടാ? ഇവിടെ ആളില്ലാത്തോണ്ടാട്ടാ. 10 രൂപ മാങ്ങ. അപ്പം നമുക്ക് അനക്ക് വാങ്ങിയില്ലേ? അനക്കൊന്നൂടെ? സ്വാമിക്ക് മാങ്ങന്നൂടാ? എന്നിട്ട് അടുത്ത് മാങ്ങ അമ്മയെ നീ തിന്നാണ്ട് സൂപ്പർ പറയുന്ന തിന്നല്ലേ? ആരാധിക പറയൂ. ചോറ് കഴിച്ചിട്ട് 1 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടാ. അപ്പൊക്കെ ഇവര് വീണ്ടും മാങ്ങ തിന്ന. ഇതെല്ലാം പോന്ന്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാം കേട്ടാ. തൊട്ടപ്പുറത്ത് വണ്ടി വെച്ചിന്. ഇവിടെ ഒന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. നമ്മുടെ ചങ്ങായിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ വണ്ടി വെച്ചേ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നാളെ ഇപ്പോൾ തിരുമുടിയിലന്ന് നല്ല തിരക്കുണ്ടാവും. തിരുമുടി കാണുന്ന ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അയ്യപ്പസ്വാമിനെ കാണാൻ വേണ്ടി പോക്കാന്ന്. നിങ്ങൾ വീട്ടിലേക്ക് വരുന്നാ? ഇവരെ വീട്ടിലേക്ക് വരണ ആഗ്രഹമുണ്ടേ. പക്ഷേ ഇവരെ വീട്ടിൽ വന്നാൽ അപ്പാടനെ കൊണ്ടാക്കണം പോലും. കുറച്ച് ദൂരം അധികം 1 മണിക്കൂർ ഓട്ടാ. അതുകൊണ്ട് ഞാൻ പിന്നെ വാന്ന് പറഞ്ഞു. ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വരാം. താമസിക്കാൻ വരും ഒരു ദിവസം? നമ്മൾ മറക്കലും പോയി വരട്ടെ. എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം ഒരു ദിവസം. പാട്ടെ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാം ടാറ്റ പറയാം. നമുക്ക് പോവാം. നമ്മളിപ്പം വണ്ടി എടുത്ത് അപ്പടെ വിടും കേട്ടോ. ടാറ്റ അഗിസാമേ. ടാറ്റ പറയാം അഗിസാമി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.